അല്പസമയ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. 68 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക ചിതറുന്നതുപോലെ നീ അവരെ ചിതറിക്കുന്നു. തീങ്കൽ മെഴുകു ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിച്ചു പോകുന്നു. പ്രിയ ദൈവജനമേ, ദൈവം നൽകിയ ഈ വചനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസനായ ദാവീദ് പാടിയ പാട്ടിൻ്റെ ചില 1-2 ചരണങ്ങളാണ് നമ്മളിപ്പോൾ പാടിയത്, വായിച്ചത്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ആയ ദൈവം എഴുന്നേൽക്കുന്നു. യേശുക്രിസ്തുവായ ദൈവം എഴുന്നേൽക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി, താൻ ഉദ്ദേശിച്ച പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി, ദൈവപ്രവൃത്തിക്കായി തന്നെ ദൈവം എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആരംഭമായിട്ടാണ് ഈ യുഗത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ യുഗം സമം കൃപായുഗം. ഈ തിരുവെഴുത്തോടുള്ള ബന്ധത്തിൽ ദൈവദാസനായ ദാവീദ് പാടുമ്പോൾ ദാവീദിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ തിരുവെഴുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ദാവീദിന് ഈ കൃപായുഗത്തെക്കുറിച്ചോ ഈ പീരീഡിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയാമായിരുന്നില്ല. പക്ഷേ അവൻ ആത്മാവിൽ പാടിയിട്ടുണ്ട്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ന്യായപ്രമാണ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷ അനിവാര്യമായിരുന്നു. അവർക്ക് മനസ്സിലായി, അവർ പാപത്താൽ ജനിച്ചു. എത്ര നീതി പ്രവർത്തിച്ചാലും പാപശരീരത്തിൽ ഇരിക്കുന്നു. അതിൻ്റെതായ ബലഹീനതകളും കുറവുകളും അവരിലുണ്ടെന്ന് അവർക്കറിയാം. ന്യായപ്രമാണം ആചരിക്കുമ്പോൾ തന്നെ അവർ വിശുദ്ധരാകുന്നത് സ്വയത്തിൽ പറ്റത്തില്ല എന്നുള്ള അനുഭവം, അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെയുള്ള ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ക്രിയാപ്രവർത്തികൾ, ന്യായപ്രമാണ വ്യവസ്ഥയിലുള്ള അവരുടെ ക്രിയകൾ കൊണ്ട് അവർക്ക് രക്ഷാപൂർത്തീകരണം പ്രാപിപ്പാൻ കഴിയില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള അറിവ് അവർ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, ഞങ്ങളുടെ ഈ പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷഭദ്രമാകുന്നുവോ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം അത് സംബന്ധിച്ച് അവരുടെ ഇടപെടലിനെ സംബന്ധിച്ചാണ് ദൈവദാസൻ പറയുന്നത്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഇപ്പം രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ അവൻ്റെ പേരോടുകൂടി വെളിപ്പെടുകയും ആ പേര് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ദാവീദ് മനസ്സിലായി. സകല ശത്രു മനോഭാവത്തിൻ്റെ, അല്ലെങ്കിൽ ശത്രു എന്ന ആ വാക്കിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് മരണമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടി ഉള്ളവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. പാപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിണത ഫലമാണ് മരണം. അപ്പോൾ അവർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ
ശത്രു സംഹാരം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, പിശാചിന്റെ മേൽ അവർക്ക് പൂർണ്ണ ഒരു ജയമുണ്ടാകണമെങ്കിൽ, രക്ഷിതാവായ കർത്താവിലൂടെ മാത്രമേ, അവൻ്റെ പരിശുദ്ധമായ പേരിലൂടെ മാത്രമേ ആ രക്ഷാപൂർത്തീകരണം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദാവീദ് ആത്മാവിൽ മനസ്സിലാക്കി. ഇക്കാരണങ്ങളാൽ ദാവീദ് ആത്മാവിൽ പാടിയ ഒരു സങ്കീർത്തനമാണ് ആ മെഞ്ഞ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ്റെ പ്രത്യാശയിൽ നിന്ന് വന്ന പാട്ടാണത്. പാട്ടിൻ്റെ ഒരടിയാണ്, അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു വരിയാണത്. ഹല്ലേലൂയ. പ്രിയരെ, എല്ലാ ശത്രു സംഹാരത്തിൻ്റെയും പിറകിൽ സ്തോത്രം, നമ്മളെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അലട്ടുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം പിശാചിന്റെ മേലുള്ള ജയമാണ്. 116 സങ്കീർത്തനത്തിന്റെ 13 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്നുള്ള ദൈവത്തിൻ്റെ പേരല്ല, ദൈവത്തിൻ്റെ പേര് യേശു ക്രിസ്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദാവീദ് പ്രത്യാശയായി കണ്ടതാണ് എല്ലാ പ്രശ്നത്തിനും എല്ലാ പ്രതികൂലങ്ങൾക്കും കാരണം അവൻ പിശാചാകുന്നു. ഈ പിശാചിൽ നിന്നുള്ളൊരു ജയം പ്രാപിക്കണമെങ്കിൽ അത് കർത്താവിൻ്റെ പേര് വെളിപ്പെടണം. ആ പേര് വെളിപ്പെടുമ്പോൾ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, എൻ്റെ പൂർവ്വന്മാർ ആഗ്രഹിക്കുന്ന പോലെ രക്ഷാപൂർത്തീകരണം ഉണ്ടാകുകയുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ആശമൂത്ത് പ്രത്യാശയിൽ നിലകൊണ്ട ദൈവദാസന്മാർ അവൻ വിശ്വാസ കണ്ണാൽ ആ വാഗ്ദത്ത ദേശത്തെ മുന്നമേ കണ്ടിട്ട് അവരെല്ലാം മരണമടഞ്ഞു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും ദൈവം അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനായി അവർ കാത്തിരുന്നു. ദൈവദാസനായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും അതിനു മുമ്പുള്ള നോഹയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഹാനോക്കും ശേമും ആദമും ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധന്മാരും ദൈവം അടിസ്ഥാനമായിടുന്ന, അല്ലെങ്കിൽ ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതായ, അടിസ്ഥാനമിടുന്നതായ ഒരു ഭവനം, ആ ഭവനത്തിനായി കാത്തിരുന്നു കൊണ്ടാണ് അവർ ഈ പ്രത്യാശാ ഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശ ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സാത്താനെ ജയിക്കുക, പ്രതികൂലങ്ങളെ ജയിക്കുക, ഇതെല്ലാം ദൈവമക്കൾ എക്കാലങ്ങളിലും ആഗ്രഹിച്ചിരുന്നൊരു വിഷയമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, സ്തോത്രം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു നഗരം, അതാണ് കൃപായുഗത്തിൽ ദൈവം സ്ഥാപിക്കുന്നത്. ദൈവം ഒരു രാജ്യം സ്ഥാപിക്കുകയാണ് കൃപായുഗത്തിൽ, യേശുക്രിസ്തു മുഖാന്തരം. ആ രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തെ ദൈവം നിർമ്മിക്കുന്ന പീരീഡാണ് കൃപായുഗം. അതിൻ്റെ പ്രാരംഭ ദിവസം പെന്തക്കോസ്ത് നാളാണ്. ഈ ദിവസത്തെ, അല്ലെങ്കിൽ ഈ ദൈവം അടിസ്ഥാനമിടുന്നതായ, ശില്പിയായി നിർമ്മിക്കുന്നതായ ഈ നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു. അബ്രഹാമിലൂടെ ഇസഹാക്ക് കാത്തിരുന്നു. ഇസഹാക്കിലൂടെ യാക്കോബ് കാത്തിരുന്നു. ഹല്ലേലൂയ. പിന്നെ വിശുദ്ധന്മാരുടെ വലിയൊരു ശൃംഖല തന്നെ ശേഷം ദൈവദാസൻ, എബ്രായ ലേഖനം എഴുതിയ ദൈവദാസൻ വിവരിച്ചുകൊണ്ടാണ് പറയുന്നത്, ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന ഭവനം. ഇതിൻ്റെ എല്ലാം ബേസിക്കില് യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഒരു അടിസ്ഥാനമെടുക്കുകയാണ്. എന്തിന്? ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ. നമ്മൾ എബ്രായ ലേഖനം 2 അതാ വായിച്ചത്. എന്താണ്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കുക. അപ്പം മരണത്തിൻ്റെ അധികാരിയായ പിശാച്
മനുഷ്യവർഗത്തെ ഞെരുക്കിയ ആ ഞെരുക്കത്തിൻ്റെ വീർപ്പുമുട്ടലിൽ അവർ ആത്മാവിൽ പാടി പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തോട് ചേർന്നിരുന്ന ആത്മാവിൽ കർത്താവാകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വെളിപ്പാടിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു പീരീഡ് അവർക്ക് വെളിപ്പെട്ടു. ആ പീരീഡിനെ കുറിച്ചുള്ള അറിവ് പ്രാപിക്കേണ്ടതിന് ആത്മാവിൽ വിവേചിച്ചും ആത്മാവിൽ ആ സമയത്തെക്കുറിച്ച് ആരാഞ്ഞും എന്നിട്ട് പ്രത്യാശയോടെ അവർ വിശ്വാസത്തിൽ ബലഹീനരാകാതെ കർത്താവിനോട് ചേർന്ന് നടന്ന് അവരാ രക്ഷാപൂർത്തീകരണത്തിനായി കാത്തിരുന്നു. അതുകൊണ്ട് ദാവീദ് 115 സങ്കീർത്തനത്തിൻ്റെ 13 വാക്യത്തിലൂടെ ഞാൻ രക്ഷയുടെ പാനപാത്രം എടുക്കും, എനിക്ക് രക്ഷിക്കപ്പെടേണ്ടതിന് സ്തോത്രം, ഞാൻ ദൈവസന്നിധിയിൽ ഒരു ആരാധന നടത്തുകയാണ്. ആമേൻ. എന്താണ് ആരാധന? എൻ്റെ കർത്താവിൻ്റെ പേര് ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടും, അതൊരിക്കൽ എനിക്കും വെളിപ്പെടും. എന്താണ് കർത്താവിൻ്റെ പേര്? യേശുക്രിസ്തു എന്ന പേര്. ഹല്ലേലൂയ. അപ്പം ദാവീദിന് ആ പേര് വെളിപ്പെട്ട് കിട്ടുന്നതിന് മുമ്പേ വെളിപ്പെട്ട് കിട്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ജഡവാസത്തെക്കുറിച്ചല്ല, നമ്മുടെ ആത്മാവിൻ്റെ അനുഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അഗാതുമ അനകതിരിയാന. ആമേൻ. നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് എത്രയേ ഞാനത് പറഞ്ഞത്. ദാവീദിന് വെളിപ്പെടുന്നതിന് മുമ്പ് സ്തോത്രം, സർവശക്തൻ ആ നന്മയുടെ ഓഹരി നമുക്ക് നൽകുവാൻ നമ്മളിൽ പ്രസാദിച്ചു. തിരുവെഴുത്ത് പറയുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന മുന്നറിഞ്ഞവരെ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടത് മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുവരിക്കണം. ആ മുന്നറിവിൻ പ്രകാരം ഈ പേരിലൂടെയുള്ള മഹിമ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്തല്ലോ. ആകയാൽ ഈ പേര് എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തത്? യേശുക്രിസ്തു എന്ന പേര് എപ്പോഴാണ് ദാനം ചെയ്യുന്നത്? യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന സമയമാണ്. ഈ പേരിലാണ് സ്നാനപ്പെടുത്തുന്നത്. പാവങ്ങളുടെ മോചനത്തിന് ഞാൻ നിന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോസ്തോലിക ഉപദേശപ്രകാരം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരവും ഞാൻ നിന്നെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരു അഭിഷക്തൻ ഉച്ചരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടവനായിരിക്കണം, അവൻ അഭിഷക്തനായിരിക്കണം. ആ അഭിഷക്തൻ്റെ അഭിഷേകം നിറഞ്ഞ വാക്കിനാൽ ഉച്ചരിക്കപ്പെടുമ്പോൾ ഈ യേശുക്രിസ്തു എന്ന പേര് ഈ സ്നാനപ്പെടുന്ന വ്യക്തിയിൽ വ്യാപരിക്കും. സ്തോത്രം. അങ്ങനെ സ്നാനത്തോടുകൂടി ആ യേശുക്രിസ്തുവിൻ്റെ പേരിനാൽ ആ വ്യക്തിക്ക് പാപമോചനം ഉണ്ടാകും. ഹല്ലേലൂയ. ആരുടെ പേരിനാലേ പാപമോചനം ഉള്ളൂ? യേശുക്രിസ്തു എന്ന പേര് ഉച്ചരിക്കാതെ, സ്നാപകൻ യേശുക്രിസ്തു എന്ന പേര് ഉച്ചരിക്കാതിരുന്നാൽ എന്തുണ്ടാകില്ല? പാപമോചനം ഉണ്ടാകില്ല. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം. സ്നാനപ്പെടുന്ന വ്യക്തിയല്ല, സ്നാനപ്പെടുത്തുന്ന വ്യക്തി. അദ്ദേഹം അഭിഷിക്തനായിരിക്കണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവനായിരിക്കണം. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കണം, അഭിഷക്തനായിരിക്കണം. ആ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ അഭിഷക്തൻ ആ പേര് ഉച്ചരിക്കുമ്പോൾ, സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഉച്ചരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ സന്ദർഭത്തിലെല്ലാം ആമേൻ ജലം സാക്ഷിയാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമം അവിടെ വ്യാപരിക്കും. അഭിഷേകത്തോടുകൂടി അവിടെ വ്യാപരിക്കും. അതോടൊപ്പം സ്നാനപ്പെടുന്ന വ്യക്തിയിൽ വ്യാപരിക്കും. ഇക്കാരണങ്ങളാൽ ആ സ്നാനപ്പെടുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നു? യേശുക്രിസ്തു എന്ന പേരിനാൽ പാപമോചനം ലഭിക്കുന്നു. അപ്പോഴാണ് ശത്രു കീഴ്പ്പെടുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. യേശു കർത്താവ് ഭൂമിയിൽ ഇരുന്നപ്പോൾ പറഞ്ഞ പദമാണ് ഈ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ സഭ
ദൈവമാണ് പണിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രാജ്യമാകുന്ന ദൈവരാജ്യത്തെ, ആമേൻ, സ്തോത്രം, യേശുവാണ് പണിയുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഏതിനെ? ഏതിനെ? നീ പത്രോസാകുന്നു. എന്താണ് നീ പത്രോസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അവൻ ഇങ്ങനെ ഏറ്റു പറഞ്ഞു. അതിന്റെ 16-ാം വാക്യത്തിൽ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഏറ്റു പറഞ്ഞ വചനത്തെയാണ് ഇവിടെ പത്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ഏറ്റു പറഞ്ഞ വചനത്തിന് അടിസ്ഥാനം, ഒരു വിശ്വാസമുണ്ട്. അവൻ ഏറ്റു പറഞ്ഞ വചനത്തിന് അവനിൽ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവനിൽ നിന്ന് ഉത്ഭവിച്ച വചനമാണ് നീ ദൈവപുത്രനായി ക്രിസ്തു. ഈ പ്രഖ്യാപനമാണ് അവനെ പത്രോസ് എന്ന് വിളിക്കുവാൻ കാരണമായത്. നീ പത്രോസാകുന്നു എന്ന് പറയാൻ കാരണം അവൻ ഏറ്റുപറഞ്ഞ വചനം. ഹല്ലേലൂയ. അതിന് അടിസ്ഥാനം എന്താണ്? വിശ്വാസം. വിശ്വാസത്താൽ ഉരുത്തിരിഞ്ഞ ഏറ്റുപറച്ചിലിൽ വ്യാപരിച്ച ദൈവവചനത്തെയാണ് ദൈവം അവിടെ എന്താ വിളിച്ചിരിക്കുന്നത്? നീ പത്രോസാകുന്നു എന്ന് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ഏറ്റുപറഞ്ഞ ആ വചനത്തിന്മേലാണ് എൻ്റെ പണി ആരംഭിക്കുന്നത്. അപ്പം ഏറ്റുപറഞ്ഞ വചനത്തിൻ്റെ പ്രവൃത്തി ഇതേപോലെയാണ് എവിടെ സംഭവിക്കുന്നത്? സ്നാപകൻ എന്ന അഭിഷിക്തൻ പത്രോസിന്റെ ഉപദേശപ്രകാരം ഞാൻ നിന്നെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ ഉച്ചരിക്കുവാൻ കാരണമായ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച ദൈവവചനത്തിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പേരിലൂടെ പുറപ്പെട്ടു വരുന്ന ദൈവശക്തിയാകുന്നു ഏതൊരു സ്നാനപ്പെടുന്ന വ്യക്തിക്കും പാപമോചനത്തിന് കാരണമാകുന്നു. ഇക്കാരണങ്ങളാൽ ആ വ്യക്തി പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന്, പൈശാചിക ആലോചനയിൽ നിന്ന് ഈ സ്നാനപ്പെടുന്ന വ്യക്തി പുറത്താകുന്നു. ഇക്കാരണങ്ങളാൽ അവൻ പാപരഹിതനാകുന്നു. ആകയാൽ കർത്താവിന്റെ വചനം പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഏതിനെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിനെ? സാത്താന്റെ മേലൊരു ജയം, സാത്താനിയ തന്ത്രങ്ങളിൽ നിന്ന് ജയം ഉണ്ടാകണമെങ്കിൽ ദാവീദ് ആത്മാവിൽ ഈ വിഷയത്തെ കണ്ടു. എനിക്ക് എന്തു വേണം? എനിക്ക് രക്ഷയുടെ പാനപാത്രം എടുത്ത് പറയണമെങ്കിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ഈ അഡോണി എന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പേരെനിക്ക് വെളിപ്പെടണം. ആ പേരിലൂടെയാണ് എനിക്ക് മോചനം ഉണ്ടാകുന്നത്. എന്നാൽ മാത്രമേ ശത്രുവിനെ എൻ്റെ പാദപീഠമാക്കുവാൻ കഴിയത്തുള്ളൂ. ഇത് ദാവീദിനോട് അറിയാമായിരുന്നു. 110 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്തിരിക്കുക. അപ്പം കർത്താവാകുന്ന ദാവീദ് വിശ്വാസത്തിൻ്റെയും അതിൻ്റെ ഫലമായിട്ടുള്ള പ്രത്യാശയുടെയും വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവനിൽ നിന്ന് വെളിപ്പെട്ടു വന്ന, അവൻ്റെ അഭിഷേകത്തിലൂടെ വെളിപ്പെട്ടു വന്ന പാട്ടിൻ്റെ ഒരു വരിയാണ്, ആദ്യത്തെ വരിയാണ് 110 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വരി, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം. കർത്താവ് എൻ്റെ കർത്താവിനോട്, അവൻ പറയാണ് അഡോണി എൻ്റെ കർത്താവിനോട്. അപ്പം ദാവീദിന്റെ കർത്താവ് ആരാണ്? ക്രിസ്തുവേശുവാണ്. ദാവീദിന്റെ കർത്താവ് ക്രിസ്തുവേശുവാണ്, അല്ലെ യേശു ക്രിസ്തുവാണ് ദാവീദിന്റെ കർത്താവ്. ഹല്ലേലൂയ. അപ്പം അവന്റെ കർത്താവിനോട് അരുളി ചെയ്യുക. ആര്? അവൻ അഡോണി എന്ന് വിളിക്കുന്ന, അവൻ കർത്താവെ എന്ന് വിളിക്കുന്ന, അവൻ യഹോവ എന്ന് വിളിക്കുന്ന അതേ കർത്താവ് പറയുകയാണ്, ആ കർത്താവ് അരുളി ചെയ്യുകയാണ്, അവനിങ്ങനെ വെളിപ്പെടുകയാണ്, അവൻ മനസ്സിലാക്കുകയാണ്. എന്താണ്? ആ കർത്താവ് അരുളി ചെയ്യുകയാണ്, എൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിലൂടെയാണ് എനിക്ക് രക്ഷാപൂർത്തീകരണം ഉണ്ടാകുന്നത്.
ആ രക്ഷാപൂർത്തീകരണത്തിൻ്റെ തുടക്കം എൻ്റെ കർത്താവിൻ്റെ പേര് വേണം. ആ പേരിനെ ഏറ്റുപറയുന്ന ആ ഏറ്റുപറച്ചിലിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിലൂടെ എനിക്ക് പാവമോചനം ലഭിക്കാനുള്ളത്. ആ പാവമോചനങ്ങളിലൂടെയാണ് ഞാൻ ശത്രുവിനെയും ജയിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ എല്ലാ കാലത്തും ഏത് സമയത്തുമുള്ള ശത്രുവാണ് ഏദേനിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരം സാത്താൻ എന്ന ശത്രു അവർക്ക് മനുഷ്യവർഗത്തിന് സാത്താൻ എന്ന ശത്രുവിൻ്റെ കീഴിൽ അകപ്പെട്ടുപോകാനുള്ള കാരണം ആദ്യ മനുഷ്യൻ്റെ പാപമാണ്. ആദ്യ മനുഷ്യൻ്റെ പാവം മുഖാന്തരമായി സാത്താൻ എന്ന ശത്രുവിന് മനുഷ്യവർഗങ്ങളെല്ലാം അടിമയായി തീർന്നു, നുഖത്തിലായിപ്പോയി. പ്രിയരെ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വൈകവേളയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട അഭിഷിക്തനായിരിക്കണം. അങ്ങനെയുള്ള അഭിഷിക്തന്റെ കരങ്ങളാൽ നിങ്ങൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമം, ഞാൻ രക്ഷിതാവും കർത്താവുമായി യേശുവിനെ സ്വീകരിക്കുന്നു, യേശുക്രിസ്തുവിനെ സ്നാനപ്പെട്ടിട്ട് എനിക്ക് പാവമോചനം ഉള്ളൂ എന്നുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം സ്നാപകൻ നമ്മളോട് സ്നാനക്കളത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ചില കാര്യങ്ങൾ ചോദിക്കും. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാലും വിശ്വസിക്കുന്നതിനെ സ്നാനപ്പെടുത്തുക എന്നുള്ള ദൈവകൽപ്പന പ്രകാരം, പത്രോസിന്റെ ഉപദേശപ്രകാരം, ഞാൻ നിന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുത്തുന്നു എന്ന് സ്നാപകൻ പറയുമ്പോഴുണ്ടാകുന്ന രണ്ട് കാര്യം. ഒന്ന്, സ്നാനപ്പെടാൻ നിൽക്കുന്ന വ്യക്തിയുടെ ഏറ്റുപറച്ചിൽ, അതിന് ഉത്ഭവിച്ച വിശ്വാസവും, സ്നാനപ്പെടുത്തുന്ന വ്യക്തി സ്നാനപ്പെടുത്താൻ വേണ്ടി ഉച്ചരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പേര്, അത് ഉത്ഭവിക്കുവാൻ ഈ സ്നാനപ്പെടുത്തുന്ന അഭിഷക്തന് ഉത്ഭവിച്ച വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും കൂടിക്കലർന്നു രണ്ട് സാക്ഷ്യമൊഴി. സ്വർഗത്തിലും ഭൂമിയിലും യേശുക്രിസ്തുവിന്റെ പേരിലുള്ള രണ്ട് സാക്ഷ്യമതി സ്വർഗത്തിലും ഭൂമിയിൽ ഉറപ്പാക്കുന്ന പ്രവൃത്തിയായി പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വ്യാപാര ശക്തിയാൽ, എങ്കിലും നമ്മിൽ വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തിയാൽ ഉണ്ടാകുന്ന പ്രതിക്രിയയാണ് പാപമോചനം. എന്നാൽ മാത്രമേ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കാതിരിക്കണമെങ്കിൽ പത്രോസ് മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക ഉപദേശപ്രകാരം യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് സ്നാനപ്പെടണം. പ്രിയരെ, ഈ പ്രപഞ്ചത്തിൽ രണ്ട് യജമാനനേ ഉള്ളൂ. ഒന്നുകിൽ യേശുക്രിസ്തു എന്ന യജമാനൻ, അല്ലെങ്കിൽ സാത്താൻ എന്ന, ബെയേസെബൂൽ എന്ന, അർണോൽ പുത്രരെ ശുക്രൻ എന്ന് വിളിക്കുന്ന, ലൂസിഫർ എന്ന് വിളിക്കുന്ന, മഹാസർപ്പം എന്ന് വിളിക്കുന്ന യജമാനൻ. അങ്ങനെ രണ്ട് യജമാനേ ഉള്ളൂ. ഒരു യജമാനന് ഒരു പേരേ ഉള്ളൂ, അത് യേശുക്രിസ്തു എന്ന് മാത്രമാണ്. രണ്ടാമത്തെ യജമാനന് പല പേരുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ട് യജമാനല്ലാതെ വേറൊരു യജമാനൻ ഈ പ്രപഞ്ചത്തിലില്ല. സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ പാതാളത്തിലെങ്കിലോ, ഹല്ലേലൂയ, സർവ ലോകത്തിലും യേശുക്രിസ്തു എന്ന ഏക യജമാനൻ ദൈവത്തിന്റെ സ്ഥലത്തിലും, ഇരുളിന്റെ, അന്ധകാരത്തിന്റെ, പാപത്തിന്റെ, അതിക്രമത്തിന്റെ, തിന്മയുടെ ഭാഗത്തായി സാത്താൻ എന്ന യജമാനൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ രണ്ട് യജമാനൻ ഒഴികെ ഒരു ജീവിതമില്ല. യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കാത്ത ഏതൊരു വ്യക്തിയും സാത്താന്റെ അവകാശത്തിന് കീഴില്ല. കാരണം ജനിച്ചിരിക്കുന്ന പാപത്തിലാണ്. പാപം സമം സാത്താൻ. അങ്ങനെയാണെങ്കിൽ ജഡത്തിൽ അമ്മ പ്രസവിച്ചത് സാത്താന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യനെ ജനിപ്പിക്കുന്നത്.
ആരും ജഡം സംബന്ധിച്ച് പാപരഹിതനായി ജനിക്കുന്നില്ല. അമ്മയുടെ ഗർഭപാത്ര മുഖാന്തരം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും, ഭൂമിയിലെ പുരുഷന്റെ ഇഷ്ടപ്രകാരം ജനിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും പാപത്തെ ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുകയാണ്. ആകയാൽ അവരുടെ അപ്പൻ സമം പാപം, പാപം സമം സാത്താൻ. സാത്താന്റെ പുത്രന്മാരും പുത്രിമാർക്കും സാത്താന്റെ പിതൃത്വം എന്നേക്കുമായി അവസാനിച്ചിട്ട് ദൈവത്തിന്റെ പിതൃത്വം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് സ്നാനപ്പെടുത്തണം സ്നാപകൻ. യേശു ക്രിസ്തുവിന്റെ പേരെന്നത് നിസ്സാര പേരല്ല പ്രിയരെ, മഹാദൈവത്തിന്റെ പേരാണ്. ഈ പ്രപഞ്ചത്തിൽ വെച്ച് എല്ലാ പേരിനേക്കാളും മേലായ പേരാണ് യേശു ക്രിസ്തു എന്ന പേര്. യേശു ക്രിസ്തുവിന്റെ പേരിന് സമം, യേശു ക്രിസ്തുവിന്റെ പേരിന് മുകളിലൊരു പേരില്ല. യേശു ക്രിസ്തുവിന്റെ പേരിന് കീഴെയുള്ള ഒരു പേര്, യേശു ക്രിസ്തുവിന് സമമായൊരു പേരില്ല. സർവലോകത്തിലും എല്ലാ പേരിനേക്കാളും മേലായ പേരാണ് യേശു ക്രിസ്തു എന്ന പേര്. ഈ പേരിൽ മാത്രമേ പാപമോചനം ഉള്ളൂ. ഏതൊരു വ്യക്തിക്കും പാപമോചനം ലഭിക്കണമെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ പേരിലാണ്. യേശു ക്രിസ്തുവിന്റെ പേരെന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാണ് യേശു ക്രിസ്തു എന്നുള്ളത്. പിതാവിന്റെ പേര് യേശു എന്നാകുന്നു. യേശു എന്ന പേര് കൊടുത്താണ് ദൈവം പുത്രനെ അയച്ചത്. അതിനാകയാൽ ജനിച്ച കുഞ്ഞിന് അവർ യേശു എന്ന് പേരിട്ടു, ഗബ്രിയേൽ ദൂതന്റെ ആലോചന പ്രകാരം. ഈ കുഞ്ഞിന്, അതായത് ആ ശരീരമാണ് പുത്രൻ. ആ ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്തു യോർദാനിൽ യോഹന്നാന്റെ കരങ്ങളെ സ്നാനപ്പെട്ടപ്പോൾ. ആകയാൽ ആ ശരീരം ആരായിത്തീർന്നു? ക്രിസ്തു ആയിത്തീർന്നു. ആകയാൽ യേശു എന്ന ശരീരത്തിന് അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ യേശു അഭിഷക്തനായി, അതായത് യേശു ക്രിസ്തുവായി. ഈ യേശു ക്രിസ്തു എന്ന പേര് മനുഷ്യവർഗത്തിന് നൽകേണ്ടതിനാണ് ദൈവം മനുഷ്യനായി തീർന്നത്. എന്തിന്? മനുഷ്യവർഗത്തിന് ഈ പേരിൽ പാപമോചനം ഉണ്ടാകുവാൻ, ഈ പേരിൽ സാത്താനിക പിതൃത്വം എന്നേക്കുമായി അവസാനിക്കുവാൻ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ സ്നാനപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു വ്യക്തിയും സ്നാനപ്പെട്ടിട്ടില്ല. രണ്ടാമത്, അവന്റെ പിതൃത്വമാകുന്ന സാത്താനിക പിതൃത്വം അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷിക്തന്റെ കരങ്ങൾ ആ സ്നാനപ്പെട്ട വ്യക്തിയുടെ പിതൃത്വം യേശു ക്രിസ്തുവിന്റെ സ്നാനപ്പെട്ടപ്പോഴേ പിശാചിന്റെ പിതൃത്വം എന്നേക്കുമായി അവസാനിച്ചു. പിന്നെ ആരുടെ പിതൃത്വം ആരംഭിച്ചു? മഹാദൈവവും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ നസറനായ യേശു ക്രിസ്തുവിന്റെ പിതൃത്വം ആരംഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താനെ നിങ്ങൾക്ക് ജയിക്കണമോ? സാത്താന്റെ മേൽ ദൈവിക കർത്തൃത്വങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നടപ്പിലാക്കണമോ? നിശ്ചയമായും നിങ്ങൾ കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്കും അപ്പോസ്തോലിക ഉപദേശങ്ങളിലേക്കും മടങ്ങി വരിക. ദൈവം തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക ഉപദേശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാത്ത പക്ഷം നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജനിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് വരുവാൻ കഴിയില്ല. ദൈവം എഴുന്നേൽക്കുന്നു, അതായത് യേശു ക്രിസ്തു എഴുന്നേൽക്കുന്നു. അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവ പൈതലെ, സഹോദര, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എഴുന്നേൽക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എഴുന്നേറ്റിട്ടില്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ ദൈവം നിങ്ങളിൽ എഴുന്നേൽക്കുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങളിൽ എഴുന്നേൽക്കുകയാണ്. ആകയാൽ നിങ്ങളുടെ ശത്രു ചിതറപ്പെടുകയാണ്. കർത്താവ് ശീമോൻ പത്രോസിനോട് പറഞ്ഞ വാക്ക് എന്താണ്? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറ എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞു. ഈ ഏറ്റുപറഞ്ഞ വാക്കാണ് അവിടെ പത്രോസ് എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ
എന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ നീ ഏറ്റുപറഞ്ഞ ഈ വചനത്തിന്മേൽ, ആ വചനം ദൈവമാകയാൽ, സ്തോത്രം, അതിനകത്ത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നീ ഏറ്റുപറഞ്ഞ വചനം സമം യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു എന്ന ദൈവവചനത്തിൻ്റെ മേളിലാണ് ദൈവം തൻ്റെ ശരീരമായ സഭയെ പണിയുന്നത്. അതാണ് ദൈവരാജ്യം. കർത്താവിന്റെ ദാസനാകുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, കഴിഞ്ഞ കാലങ്ങളിലെ വിശുദ്ധന്മാർ എല്ലാം നോക്കിയിരിക്കുകയാണ്. ദൈവം ശില്പിയായി, ദൈവമാരാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു, യേശുക്രിസ്തുവിന്റെ പേരിൽ അടിസ്ഥാനമിടുന്ന ഒരു നഗരത്തിനായിട്ട്. എന്തിനാണ്? ആ നഗരം വെളിപ്പെടുമ്പോഴാണ് അവർക്ക് രക്ഷാപൂർത്തീകരണം വരുന്നത്. നമ്മെ കൂടാതെ രക്ഷാപൂർത്തീകരണം അവർക്കില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ദൈവത്തിന്റെ ഭക്തന്മാർ, ദാവീദ് ഉൾപ്പെടെയുള്ള ദൈവഭക്തന്മാർ പ്രത്യാശിച്ച ആ ദൈവിക മഹിമയുടെ സാക്ഷിയായി എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നീ തീരണമെങ്കിൽ നീ തിരുവെഴുത്തിലേക്ക്, സത്യ ഉപദേശത്തിലേക്ക്, ദൈവാടിസ്ഥാനമിട്ടിരിക്കുന്ന പത്രോസിന്റെ ദൈവാടിസ്ഥാനമിട്ടിരിക്കുന്ന നഗരത്തിന്റെ സ്ഥാപന അടിസ്ഥാന കല്ല് പത്രോസ് മുഖാന്തരം ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക ഉപദേശത്തിലേക്ക് നീ കടന്നു വന്നില്ലെങ്കിൽ, സഹോദര, നിന്റെ പ്രവർത്തികളെ സാത്താൻ ജയിക്കും. സാത്താന് നിന്റെ മേൽ കർത്തൃത്വമുണ്ട്. നീ ശരീരം വിട്ട് പോയാലും മോശയുടെ ശരീരത്തിന്മേൽ പിശാച് അവകാശം പറഞ്ഞതുപോലെ നിന്റെ ശരീരത്തിന്മേലും പിശാചിന് അവകാശമുണ്ട്. ആകയാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിന്റെ വഴി അടഞ്ഞു പോകും. ആകയാൽ എൻ്റെ പ്രിയരെ, നാശത്തിലേക്ക് പോകുവാനുള്ള വാതി വീതിയുള്ളതും വഴി വിശാലം, അത് കണ്ടെത്തുന്നവർ അനേകായിരങ്ങളാണ്. എന്നാൽ ഇടുക്കുവാതിലൂടെ കടക്കുന്നൊരു വളരെ ചുരുക്കം ജനമാണ്. ചുരുക്കത്തിലൊരാളാക് സമൂഹത്തെ അല്ലെങ്കിൽ പെന്തക്കോസ് കൂട്ടമെന്ന് പറയുന്ന വലിയൊരു സമൂഹത്തെ കണ്ടുകൊണ്ട് നീ അവിടെ അള്ളിപ്പിടിച്ച് കിടക്കാതെ ചുരുക്കത്തിലൊരാളാകുവാൻ യേശുക്രിസ്തു നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. മടങ്ങി വരിക. ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം എഴുന്നേൽക്കുന്നു. അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം വിദൂരമല്ല. ആകയാൽ കർത്താവ് നിങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥ വരാതെ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.